എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2026 കോളേജുകളിലെ ഫീസുകൾ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കീം വരുവാൻ പോകുന്ന അഡ്മിഷൻ പ്രോസസ്സുകൾക്ക് മുന്നോടിയായിട്ട് എത്രയൊക്കെ ഫീസ് വേണ്ടിവരും, ഏതൊക്കെ കോളേജുകളിൽ പഠിക്കുവാൻ, ആർക്കൊക്കെ ഫീസ് ഇല്ലാതെ പഠിക്കുവാൻ സാധിക്കുമെന്ന് നിരവധിയധികം കുട്ടികൾ ചോദിച്ചിരുന്നു. വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക, റിസർവേഷൻ അടിസ്ഥാനത്തിലാണ് ഫീസ് ഇല്ലാതെ കോളേജുകളിൽ പഠിക്കുവാൻ സാധിക്കുന്നത്. അതായത് കീം വഴി ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാറ്റഗറി റിസർവേഷൻ ഉള്ള കുട്ടികൾക്കാണ് ഫീസ് ഇല്ലാതെ പഠിക്കുവാൻ സാധിക്കുന്നത്. അതായത് SC ST OEC വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. OBC അല്ല, OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് എന്ന കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കാണ് കോളേജുകളിൽ ട്യൂഷൻ ഫീസ് ഉണ്ടാവുകയില്ല. ഇതുകൂടാതെ ഫിഷർമാൻ എന്ന കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കും ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി കീമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി ഒരു നിശ്ചിത എമൗണ്ട് എല്ലാം കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും വേണ്ടി വരും. അത് എത്രയാണെന്ന് പറയുന്നതിന് മുൻപ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകളിൽ കീം വഴി അഡ്മിഷൻ ലഭിച്ചാൽ എത്ര ഫീസ് ഒരു വർഷം ഉണ്ടാകും, അതല്ല 4 വർഷം മുഴുവൻ എത്ര ഫീസ് ഉണ്ടാകും എന്നൊക്കെ അറിയുവാൻ കോളേജ് ദോസ് എന്ന വാട്സപ്പ് ബോട്ട് ഇപ്പോൾ ഒരു അവസരം നൽകുന്നുണ്ട്. ബോട്ടിന് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ കീമിൻ്റെ അലോട്ട്മെന്റിന് മുന്നോടിയായി ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് ചെറിയൊരു തുക വേണ്ടിവരും. അതായത് ജനറൽ OBC കാറ്റഗറിക്കാണെങ്കിൽ 2000 രൂപയും SC ST കാറ്റഗറിക്കാണെങ്കിൽ 500 രൂപയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക ഓപ്ഷൻ രജിസ്ട്രേഷന് മുന്നോടിയായിട്ട് കണ്ടെത്തി വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക. നന്ദി.